ഇത് നിനക്ക് ഫസ്റ്റ് തന്നെ ഞാൻ വാണിംഗ് ആണ്. ഇനി മറ്റേ എന്റെ ഫോട്ടോ എന്റെ എവിടെയെങ്കിലും വീഡിയോ ചെയ്തു ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഞാൻ കാണിച്ചു തരാം. പെണ്ണ് എന്താണെന്ന് നിനക്ക് ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം. പെണ്ണ് എന്താണെന്നുള്ളത് നന്നായിട്ട് കാണിച്ചു തരുമെന്നാണ് ഷാജിദ ഷാജിയുടെ വെല്ലുവിളി വന്നിരിക്കുന്നത്. ഷാജിദ ഷാജി കുറച്ച് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ബിസിനസ്സിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് തിരിച്ചു വന്ന് താങ്കൾക്കെതിരെ സംസാരിച്ചവരെയൊക്കെ എടുത്തിട്ട് അലക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതൽ അലക്കിലേക്ക് പോകാം. ഇത് ഒരു ഫൺ എന്റർടൈൻമെന്റ് വീഡിയോ ആയിട്ട് മാത്രം കാണുക. ഇതൊന്നും ആരും സീരിയസ് ആയിട്ട് എടുക്കണ്ട കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് പിന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഷാജിദ ഷാജിയുടെ കുറച്ച് വിഷയങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ 2-3 ദിവസം കൊണ്ടിട്ട കണ്ടന്റുകളിൽ നിന്ന് ചില പ്രസക്ത ഭാഗങ്ങൾ അടർത്തിയെടുത്ത് നമ്മളൊരു വീഡിയോ ചെയ്യണം. നമ്മുടെ റിയാക്ഷൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഷാജിദ ഷാജിയുടെ മക്കൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്നിലധികം വീഡിയോസിന് കമൻറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ മക്കളെ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ വീഡിയോ പരമാവധി കാണാതിരിക്കാൻ ശ്രമിക്കുക. കാണുകയാണെങ്കിൽ തന്നെ പരമാവധി നിങ്ങളുടെ ഉമ്മയ്ക്കെതിരെ ചെയ്യുന്ന വീഡിയോ കാണാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് നന്നിട്ടറിയാം നമ്മൾ നിങ്ങളുടെ ഉമ്മയ്ക്കെതിരെയാണ് സംസാരിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഒരു മക്കളും അവരുടെ ഉമ്മയ്ക്കെതിരെ ഒരുത്തം വന്നിരുന്ന് പറയുന്നത് ഇഷ്ടപ്പെടില്ല. സോ നിങ്ങൾ മാക്സിമം റിയാക്ഷൻ വീഡിയോസ് അവോയ്ഡ് ചെയ്യുക. കുറഞ്ഞ പക്ഷം നിങ്ങളുടെ ഉമ്മയുടെ തംബ്നെയിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയ്ക്കെതിരെ സംസാരിക്കുന്ന വീഡിയോസ് എങ്കിലും കാണാതിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വ്ളോഗൊക്കെ ആയിട്ട് നിങ്ങൾ അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് ജീവിക്കും. അതാണ് സംഭവം. ഇനി നമ്മൾ നേരെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഷാജിദ ഷാജി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷെരീഫ് MKD എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനൽ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഷാജിദ ഷാജിക്കെതിരെയൊക്കെ സ്ഥിരം സംസാരിക്കുന്ന ഒരാളാണ്, മറ്റേ മൊബൈൽ ഷോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇരുന്നിട്ട്. പുള്ളിക്കാരൻ ചെയ്യുന്ന വീഡിയോസ് കൊണ്ടിട്ട് പുള്ളിക്കാരന് അങ്ങോട്ടേക്ക് ചെന്നൊരു മെസ്സേജ്. ആ മെസ്സേജിൻ്റെ ഒരു ചെറിയ ശകലമാണ് നിങ്ങൾ ആദ്യം കേട്ടത്. പൂർണ്ണമായ ഭാഗം നമുക്കൊന്ന് കേട്ടു തുടങ്ങാം. എന്റെ ഫോട്ടോ വെച്ചിട്ട് നീ വല്ലാണ്ട് ഉണ്ടാക്കണം. നിന്റെ കെട്ടിയോളി കുട്ടികളി ഫോട്ടോ വയ്ക്കണം, അല്ലെങ്കിൽ ഉമ്മാൻ്റെ പെങ്ങന്മാരി ഫോട്ടോ വയ്ക്കണം, എന്നെ ഫോട്ടോയിലോട്ട് വയ്ക്കുക. കാരണം നിന്റെ കൂട്ടുകാരൻ ആർക്ക് അങ്ങനെ ഉണ്ട് പറഞ്ഞാൽ നിന്റെ അടുത്ത് പറയുന്നത് അവൻ എത്ര വലിയ നാറിയാണ്. അത് നീ വീഡിയോ ചെയ്യണം, നീ എത്ര വലിയ നാറിയാണ് കള്ളപ്പാന്നി. എന്റെ പേര് മറ്റേ അല്ലെങ്കിൽ എന്റെ ഫോട്ടോ എടുത്ത് നീ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഗൾഫിൽ നീ എന്നിവിടെ എത്തിന്ന് വെച്ചാൽ മതി. നീ ഗൾഫിലായതുകൊണ്ട് വല്ലാണ്ട് തമ്മിൽ നീ കാണിക്കണ്ട. നിന്റെ നാട്ടിൽ നീ നാറും. ഞാൻ മണ്ണാർക്കാട് ഉണ്ട്, നിന്റെ വീടിന്റെ അടുത്തുണ്ട്. നീ നാറാൻ നിൽക്കണ്ട. നീ നാറില്ല, കുടുംബം നാറും. ഓക്കെ, നിന്റെ കുടുംബം നാറണമെങ്കിൽ നിന്റെ വായ അടക്കി വെച്ചിട്ടുണ്ടോ? ബാക്കിയുള്ളവരുടെ അടുത്ത് ചലിക്കുമ്പോൾ നീ എൻ്റെ ഒരു ചലിച്ചിട്ട് നിന്റെ കേണ്ടി അടിച്ചു കൊടുക്കും കള്ളപ്പാന്നി. ഇത് നിനക്ക് ഫസ്റ്റ് തന്നെ എന്തായാലും അടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സംഭവം നമ്മൾ നോക്കുമ്പോഴത്തേനും ഇത് ഷാജിദ ഷാജി അങ്ങോട്ടേക്ക് അയച്ച മെസ്സേജാണ്. പുള്ളി ഇങ്ങോട്ടേക്ക് അയച്ചതല്ല, അങ്ങോട്ടേക്ക് പോയിട്ട് പറഞ്ഞാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പറയുമ്പോഴത്തേനും നിങ്ങൾ ഇനി എൻ്റെ വീഡിയോ ചെയ്യരുത്, എനിക്ക് നിങ്ങൾ ചെയ്യുന്നത് താല്പര്യമില്ല എന്ന് സഭ്യമായ രീതിയിൽ പറയുക. നിങ്ങളിങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കും, അവൻ പ്രൊവോക്കാവും. പുള്ളി വന്നിട്ട് അറച്ച വീഡിയോ ചെയ്യും. അത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ മാന്യമായിട്ട് അപ്രോച്ച് ചെയ്യുക. അപ്പോൾ എന്നിട്ട് അവർ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നു, സ്ട്രൈക്ക് കൊടുക്ക്. പക്ഷേ 3 സ്ട്രൈക്ക് കൂടുതൽ അവർ പൊളിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയാണ്. ഈ പുള്ളിക്കാരനെതിരെയാണ് ഷാജിദ ഷാജി സംസാരിച്ചത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ തിരിച്ച് മറുപടി പറയുന്നുണ്ട്. നല്ല ഫൺ വീഡിയോസാണ്, 8 വീഡിയോസാണ്. പക്ഷേ പുള്ളിക്കാരെ പേടിച്ച് കിടുകിട വിറച്ച് പാൻറ്റിൽ കൂടെ ശൂശു വെച്ചെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് ശൂശു വെക്കുന്നൊന്ന് കാണാം. അതൊക്കെ പറയല്ല, ഓള് ഭയങ്കര തെറിയ, നാറ്റിക്കും. പെണ്ണൊരുമ്പട്ടാൾ എന്താവുന്നുള്ളത് കാണിച്ചു തരാന്ന്. എങ്കിലത് കാണണം, എനിക്ക് കാണണം. ഇതൊന്ന് കാണിക്ക്. അത്ര വലിയ ആളാണെങ്കിൽ ഒന്ന് കാണിക്ക്. ഞാൻ നിന്റെ വീഡിയോ ഒരിക്കലും ഞാൻ ചെയ്യണില്ല എന്ന് വിചാരിച്ചതാ. ഞാൻ ചെയ്തേക്കല്ലേ അണ്ണാ, ഫാൻസ് ഒക്കെ പോയേ അണ്ണാ, നമ്മൾ ചെയ്യണം. വിമർശനം എല്ലായിടത്തും നല്ലതാണ്. പക്ഷേ നിങ്ങൾ എന്ത് വിമർശനമാണ് അവർക്ക് ഇത്ര കൊണ്ടുവന്ന് എനിക്കറിയത്തില്ല. ഇദ്ദേഹം ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ടൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ കാണാറുണ്ട്, വീഡിയോ കാണാറുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ഇജ്ജ് വന്നിട്ട് ഇന്നെ വെല്ലുവിളിച്ചു. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും ഇനി അതൊന്ന് കണ്ടിട്ട് തന്നെ ഉള്ളൂ. കാരണം മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ നിനക്ക് വളരെ അടുത്താണെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ഇവര് തമ്മിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്തടിയാനുള്ള ചാൻസ് ഉണ്ട്. ഈ പുള്ളിക്കാരനോട് ഇനി മേലെ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞു പുള്ളിക്കാരെ 2 വീഡിയോസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ സാധനം അദ്ദേഹത്തിന്റെ ചാനലിൽ വന്നതും നമുക്ക് കേൾക്കാം, ഷാജിദ ഷാജിയുടെ ചാനലിൽ വന്ന എല്ലാം ഒന്ന് തന്നെ. നിങ്ങൾ ഇച്ചിരൂടെ വിശദമായിട്ട് നമുക്കൊന്ന് കേൾക്കാം സാധനങ്ങൾ. ഭർത്താക്കന്മാരില്ലാണ്ട് കഷ്ടപ്പെടുന്ന, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരിനെ എടുത്ത് വീഡിയോ ചെയ്ത് റീച്ച് എങ്ങനെ ഉണ്ടാക്കാന്ന് തെണ്ടി നടക്കുന്ന ഈ നാറിയെ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഭർത്താവില്ല എന്നുള്ള ഒരു ഇമോഷണൽ സാധനം അല്ലെങ്കിൽ ആ ഒരു സെന്റിമെന്റ്സ് വർക്ക് ചെയ്യുന്ന സാധനം പരമാവധി ഇനി ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ വലിയൊരു നിലയിലേക്ക് ഉയർന്നു, നിങ്ങളൊരു ബിസിനസ് മാഗ്നറ്റായി മാറിയിരിക്കുന്നു, 4 പേര് അറിയുന്ന വളരെ യൂട്യൂബർ ആയിട്ടിരിക്കുന്നു. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ വൈറലാണ്, നീട്ടം വൈറലല്ല.
ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഈ ഭർത്താവില്ലാത്തതിൻ്റെ സെൻറ്റിമെൻറ്റ്സിൻ്റെ കാര്യം നമുക്ക് ആവശ്യമില്ല. ആ ഒരു പരിഗണന നിങ്ങൾക്ക് ഇനി ആരും തരാൻ പോകുന്നില്ല. നിങ്ങൾ വീഡിയോ ചെയ്യുക, ബിസിനസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, മാക്സിമം മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്തിരിക്കുക. ഇവരുടെ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയോ? ഫസ്റ്റിലെ ലൈവിൽ വന്നിട്ട് ഹലോ ഗൈസ്, ഞാൻ എന്നെ വാട്സപ്പ് ചെയ്യരുതെന്നല്ലേ പറഞ്ഞത്, എന്നെ വിളിക്കരുതെന്നല്ലേ പറഞ്ഞത്, നിങ്ങളെല്ലാം വാട്സപ്പ് ചെയ്യുക, എന്നാലല്ലേ എനിക്ക് നിങ്ങളുടെ ക്രീം അയച്ചു തരാൻ പറ്റൂ, എന്നെങ്കിലല്ലേ എനിക്ക് അങ്ങനെ ഇങ്ങനെ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേനും നീ ആരാടാ എന്നെ അങ്ങനെ പറയാൻ, നിങ്ങൾക്ക് എന്താടാ നീ എന്നെ അങ്ങനെ പറഞ്ഞേ, എൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കണ്ടടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു സ്റ്റൈലിലേക്കും അത് ഏതൊക്കെയോ സ്റ്റൈലിലേക്ക് കയറിപ്പോകും. ഇതാണ് പുള്ളിക്കാരുടെ ഒരു ലൈവിൻ്റെ സ്ട്രക്ചർ. പുള്ളിക്കാരി തുടങ്ങുന്നത് സതുദ്ദേശത്തോടെ ആണെങ്കിലും വന്ന് അവസാനിക്കുന്നത് ചന്തടിയിലായിരിക്കും വന്ന് അവസാനിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി ലൈവിൽ തുടങ്ങി സംസാരിച്ച് വന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിലൊക്കെ നമുക്ക് വരാം. നമുക്കത് ഇതിൻ്റെ ബാക്കി കാണാം. ഗൾഫിൽ കിടന്ന് ഉണ്ടാക്കാണ്ട് നാട്ടിലോട്ട് ഇറങ്ങണം, നാട്ടിലോട്ട് ഇറങ്ങണം. നീ നാട്ടിൽ വന്ന് എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്? ഇത് എന്തിനാണ് ആവശ്യമില്ലാത്ത വെല്ലുവിളികൾ നടത്തുന്നത്? ബ്രോ ഇത് ചെയ്യരുത്, എനിക്ക് താല്പര്യമില്ല എന്നങ്ങോട്ട് പറയുക. എന്നിട്ടും പുള്ളി ചെയ്തില്ലയോ, നിയമ നടപടിക്ക് പോവുക, നേരെ കൊണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ കോടതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു കേസ് കൊടുക്കുക, അവനെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചു എന്ന്. പക്ഷെ അന്നേരം നമ്മുടെ ചാനൽ നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി പേര് അപമാനിച്ചിട്ടുണ്ട്. ആ അപമാനത്തിന്റെ കൗണ്ടർ ഉണ്ടാക്കിയിട്ട് വേണം ഈ അപമാനം കൊടുക്കാൻ, ഇല്ലെങ്കിൽ മൊത്തത്തിലൊരു അപമാനമായി പോകുന്നത്. അപ്പൊ എനിക്ക് ഞാൻ എന്താന്ന് കാണിച്ചു തരണം അറിയി. ഗൾഫിലിരുന്ന് മൊബൈൽ ഷോപ്പിൽ ഇരുന്നിട്ട് കുത്തി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല മോനെ, നാട്ടിലിറങ്ങ്. നാട്ടിൽ മണ്ണാർക്കാട് നമ്മുടെ നാട്ടിലൊക്കെ കടുവ ഇറങ്ങി എന്ന് പറയുന്ന പോലെ, എടാ നീ ഗൾഫിൽ മൊബൈൽ ഷോപ്പിൽ ഇരിക്കാതെ നാട്ടിൽ ഇറങ്ങടാ, എടാ നാട്ടിലോട്ട് ഇറങ്ങടാ. പുള്ളി വനവാസത്തിന് പോയതാണ്. 3-4 കൊല്ലമായിട്ട് എനിക്ക് മണ്ണാർക്കാട് അറിയാം. എടാ ഇത്രയും റെസ്പെക്ട് ചെയ്യണ്ട മണ്ണാർക്കാട്. ഷാജിദ ഷാജിയോട് എനിക്കൊരു പ്രത്യേക അഭ്യർത്ഥന ഉണ്ട്. നിങ്ങൾ വീഡിയോയ്ക്കകത്ത് ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് ആ വീഡിയോയുടെ അകത്തിരുന്ന് സൗണ്ട് ഓവർ കൊടുക്കരുത്. 2 വോയിസും കേൾക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരെണ്ണം ഒരു സമയത്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാൻ ഉപകാരമായിരുന്നു കേട്ടോ. ബാക്കി കേൾക്കാം. നീ എൻ്റെ ഫോട്ടോ എൻ്റെ എവിടെയെങ്കിലും നീ എൻ്റെ വീഡിയോ ചെയ്തു എന്ന് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഞാൻ കാണിച്ചു തരാം. പെണ്ണ് എന്താണെന്ന് നിനക്ക് ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം. അപ്പൊ പെണ്ണെന്താണെന്ന് പുള്ളിക്കാരി നന്നായിട്ട് കാണിച്ചു എന്നാണ് പറയുന്നത്. ഇതേ തുടർന്ന് അദ്ദേഹം 2 വീഡിയോസ് നിലവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു വീഡിയോ റിയാക്ഷൻ വീഡിയോ പോലെ, രണ്ടാമത്തെ ഒരു വീഡിയോ കൂട്ടുകാരെ എല്ലാവരും ചേർത്തിരുത്തിക്കൊട്ട് ഷാജിദ ഷാജിക്ക് ഉപദേശം കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഷാജിദ ഷാജിയുടെ പൂർവ്വകാല ചരിത്രം, മുൻജന്മ കാര്യങ്ങളൊക്കെ വലിച്ച് പുറത്തിടുന്ന പോലത്തെ ഒരു വീഡിയോ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഷാജിദ ഷാജിക്ക് പല ഭീഷണികളും വന്നിട്ടുണ്ട്. ഭീഷണിയുടെ സ്വരങ്ങൾ ഒക്കെ നമുക്ക് കാണുന്നു. പുള്ളിക്കാരി ആരെ വിളിച്ച് അറിഞ്ഞ പുറത്ത് തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ തെറി വിളിക്കുന്ന ആൾ സൂക്ഷിക്കുക. നമ്മളൊരു സ്ത്രീയെ അങ്ങനെ തെറി വിളിക്കാൻ പാടില്ല. ഇത് 1 ടൈം വോയിസ് ആയിട്ടാണ് അങ്ങോട്ടേക്ക് അയച്ചത്. പുള്ളി ഷാജിദ ഷാജി അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ ഇപ്പുറത്തെ ഫോൺ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളും അത് ചെയ്തിട്ടുണ്ടാവണം. നമുക്ക് തെറിക്കോള് കേൾക്കാം ആദ്യം. വിളിക്കാൻ ഞങ്ങളാരും വരുന്നില്ല. പിന്നെ ഞാൻ എന്റെ ഫോണിൽ സ്റ്റാറ്റസ് ഇടും, അത് എന്റെ പേഴ്സണല്. നീ നിന്റെ കാര്യം നോക്ക് കേട്ടോ മോളെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പൂരത്തെറിവിളിയാണ്. ഇത് ഷാജിദ ഷാജി ഇയാളിട്ട എന്തോ സ്റ്റോറിക്ക് റെസ്പോണ്ട് ചെയ്തതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി നടന്നത്. അതൊന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല, ഒന്നും സദസ്സിൽ കേൾപ്പിക്കാൻ പറ്റത്തില്ല. അമ്മൊരു തെറിവിളിയാണ് ഷാജിദ വിളിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് ചെയ്യാതിരിക്കുക. അവരെ തെറിവിളിക്കാനുള്ള യാതൊരു റൈറ്റ്സും നിങ്ങൾക്കില്ല, നിങ്ങളെ തെറിവിളിക്കാനുള്ള റൈറ്റ്സ് അവർക്കും ഇല്ല. ഈ ഒരു ചാറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷാജിദയാണ് ആദ്യം മെസ്സേജ് യു ഡിലീറ്റഡ് ദിസ് മെസ്സേജ്, അങ്ങോട്ടേക്ക് എന്നാണ് മെസ്സേജ്. നമ്മുടെ മറ്റേ പുള്ളിക്കാരൻ അയച്ചു പോലെ അങ്ങോട്ടേക്ക് എന്ന് മെസ്സേജ്. അതിനുശേഷം പുള്ളിക്കാരൻ 2 വോയിസ് മെസ്സേജ്. അതെന്താണെന്ന് നമുക്കറിയില്ല. അതിന് പുള്ളിക്കാരൻ അയച്ച റിപ്ലൈസ് ആണ് നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. അങ്ങോട്ടേക്ക് തെറിയാണോ അതോ അല്ലയോ മഹാനുഭാവ, താങ്കൾ എനിക്കെതിരെ ഇങ്ങനെയൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല എന്നാണോ അയച്ചത് നമുക്കറിയില്ല. പുള്ളിക്കാരി ഇത് കേൾപ്പിക്കുന്നില്ല. അത് ആരുടെയിലുണ്ട്? ഈ റെക്കോർഡ് ചെയ്തവൻ്റെ ഉണ്ട്. അല്ല, അപ്പുറത്ത് തെറി അയച്ചവൻ്റെ ഉണ്ട്. പുള്ളി അത് പറയുന്നുണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്നുള്ളതാണോന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് ബാക്കി തെറി കേൾക്കാം. ഷാജിദ ഷാജി യൂട്യൂബർ, നീ ഏത് കറുത്തവാവിനുണ്ടായതടി? നീ എന്റെ പെങ്ങളുടെ കാര്യം പറയാൻ നീ ഒരു അവകാശം ഉണ്ടായിട്ടില്ല. കാരണം നീ അതിലും വലിയ നടന്നത് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല തെറിവിളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കിയും കൂടെ കേട്ടിട്ട് നമുക്ക് ഇതിന്റെ ഒരു അനാലിസിസിലേക്ക് പോവാം. മോളെ പറയടി, നീ തെറി വിളിക്കടി പോലെ മോളെ, നീ വിളിക്ക്. നീ തെറി വിളിച്ചടി. അപ്പൊ അങ്ങോട്ടേക്കും തെറി അയച്ചത് അത് ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ട് അങ്ങോട്ടേക്ക് തെറി കൊടുത്താണോ അതോ അങ്ങോട്ടേക്ക് തെറി കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കിട്ടിയതാണോ ഒന്നും നമുക്കറിയത്തില്ല കേട്ടോ. അതെല്ലാം ഒരു
നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ച് നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ആണ്. നമ്മൾ തന്നെ ചിന്തിച്ചെടുത്തോണം. നമുക്കറിയില്ല ആരെ തെറി വിളിച്ചു, ഇത് ആരെ തുടങ്ങിയെന്ന് നമുക്കറിയത്തില്ല. അതിൽ രണ്ടറ്റം ഉണ്ട്. ഈ അറ്റത്ത് ആരാണ് പിടിച്ച് ഫസ്റ്റ് വലിച്ചു തുടങ്ങിയെന്ന് നമുക്കറിയത്തില്ല. നിന്റെ നീ നാട്ടുകാരനെ പറ്റിച്ച് ജീവിക്കല്ലടി. എനിക്ക് അതാണ്, എനിക്ക് എത്തിയ മക്കളാണ്, എനിക്ക് ക്യാൻസർ ആണ്, മറ്റേതാണ്, തൈറോയിഡിന്റെ എന്ത് എനിക്ക് പറഞ്ഞ നാട്ടുകാരനെ പറ്റിച്ച് അണക്ക് വെള്ളല്ലെങ്കിൽ ഈ കിണർ കുത്തി കുടിക്കടി. കിണർ കുത്തി കുടിക്ക ആരാന്റെ ഉണ്ടാക്കാൻ പോവല്ലേ ചെയ്യണ്ട്. എടി നീ 2 മിനിറ്റിന്റെ 1.5 മിനിറ്റിന്റെ വീഡിയോ അയക്കല്ലേ, വോയിസ് അയക്കല്ലേ. ഈ സെക്കൻഡ് വോയിസ് ഇട്, എന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. പോയി 1.5 മിനിറ്റ് ഒന്നും കേൾക്കാൻ ഇന്ത്യയിലില്ല. അനക്ക് വേണ്ടി 1.5 മിനിറ്റ്. അപ്പം ഇത് നമ്മൾ നോക്കിയാലും ഷാജിദ അങ്ങോട്ടേക്ക് എന്തൊക്കെയോ മെസ്സേജുകൾ ഇടയ്ക്കിടയ്ക്ക് അയക്കുന്നുണ്ട്. അതൊന്നും നമ്മളെ കേൾപ്പിക്കുന്നില്ല. ഇനി നമ്മൾ ഈ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഷാജിദയ്ക്ക് മൂത്തുപ്പ എന്ന് പറഞ്ഞ് സേവ് ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിന്നാണ് ഈ മെസ്സേജസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ സ്വന്തക്കാരും ബന്ധുക്കാരും കൂട്ടുകാരും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ മൂത്തുപ്പയുടെ അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേനും ഡിസംബർ 31, 2024 എന്തൊരു ചാറ്റ് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം ടുഡേയിൽ ഷാജിദ അങ്ങോട്ട് മെസ്സേജ് അയച്ചു, അതിനുശേഷം മറ്റൊരു മെസ്സേജ് അയച്ചു, അതിനുശേഷം മറ്റൊരു മെസ്സേജ് അയച്ചു. 1 ടൈം ആയിട്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ചു. മറ്റേ ചെറിയ പട കൊടുത്ത് വലിയ പട പാടിച്ചു എന്ന് പറയുന്ന പോലെ പുള്ളിക്കാരൻ ഇങ്ങോട്ട് ഒരു 5-6 വോയിസ് മെസ്സേജ് പുറഞ്ഞ് തിരിച്ചിങ്ങോട്ട് അയച്ചു വിട്ടു. ഇതാണ് ഇതിനകത്ത് സംഭവിച്ചത്. ആണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും സ്ത്രീകളെ തെറി വിളിക്കാതിരിക്കുക, സ്ത്രീകളോട് അസഭ്യം പറയാതിരിക്കുക, ക്രിറ്റിസിസം ചെയ്യുമ്പോൾ മാന്യമായിട്ട് ചെയ്യുക. നമ്മൾ മാന്യമായിട്ടല്ലേ ആണല്ലേ? ശരി. ഇനി ഇത് മാത്രമല്ല, ഷാജിദ ഞാൻ ഇപ്പോൾ വീണ്ടും ഷാജിദ അങ്ങനെ റീച്ച് ഉണ്ട്, പുള്ളിക്കാരി ചെയ്യുമ്പോൾ റീച്ച് ഉണ്ട്. എന്നിട്ടും തുപ്പുന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യാനുണ്ടായ കാരണം പുള്ളിക്കാരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൊണ്ടു കേൾക്കാം. ഇപ്പൊ ഉള്ളവളുമാരും അവന്മാരും റിയാക്ഷൻ വീഡിയോസും വേറുള്ള വീഡിയോസും ഒക്കെ ഷാജിന്റെ പേര് വെച്ച് നേരായവരല്ലേ? അങ്ങനെയല്ല നാണം കെട്ട നായ്ക്കളല്ലാണ് നിങ്ങള്. അങ്ങനെ അരി വാങ്ങിയിട്ടല്ലാണ് നിങ്ങളുടെ കുടുംബം നോക്കുന്നത്. എന്തിനാ നിങ്ങൾ എപ്പോഴാടാ ഈ യൂട്യൂബേഴ്സും വേറുള്ളവരുമാരൊക്കെ ആയത്? നിങ്ങള് ആണോ ഷാജിന്റെ പേര് വെച്ചിട്ട് നിങ്ങളുടെ വീഡിയോ ഇട്ട അപ്പൊ റീച്ചാണ്, അപ്പൊ 36K 46K 50K. അല്ലെങ്കിൽ അവര് കുറച്ചും കൊണ്ടിട്ടുള്ള വീഡിയോ ഇട്ട് പറഞ്ഞാൽ ഒന്നുമില്ല, 50 വ്യൂസ് 100 വ്യൂസ് 2K 2K 3K ഇങ്ങനെയുള്ളൂ. ഷാജിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു കിട്ടാൻ കേറണം അങ്ങടെ അപ്പാടെ വിളിച്ചു വരണം. അപ്പൊ എന്ത് തോന്നിയാസം വിളിച്ച് പറയാന്നുള്ളതാണ്. അങ്ങനെ തോന്നിയാസം വിളിച്ച് പറയുന്നവരുടെയൊക്കെ ലിസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇനിയും ഞാൻ എടുക്കും ചെയ്യും, ഞാൻ കൊടുക്കും ചെയ്യും. മനസ്സിലായല്ലോ, കാര്യം പിടികിട്ടിയല്ലോ. അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്ക് ഈ പുള്ളിക്കാരി ചെയ്യുമ്പോൾ ഭയങ്കര റീച്ചാണ്, 30K 40K. അല്ലാതെ സ്വന്തം മോന്തായം കാണിച്ചിട്ട് ചെയ്യുമ്പോൾ 100 ഈ 2K ഒക്കെ കിട്ടുന്നുള്ളൂ. പുള്ളിക്കാരി പറഞ്ഞ് യാഥാർത്ഥ്യമാണ്, നമ്മൾ അതിനെ യാതൊരു വിധത്തിലും തിരസ്കരിക്കുന്നില്ല. പുള്ളിക്കാരി പറഞ്ഞ് യാഥാർത്ഥ്യമാണ് എന്നും പറഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞ റീച്ച് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇവർ പറയുന്ന പോലെ എന്ത് അപരാധവും പറയുന്നവനെ ഞാൻ കണക്കാക്കുന്നില്ല കേട്ടോ. അവൻ ഫ്രോഡ്, അവൻ പോട്ട്, അവനെ നമ്മൾ വെറുതെ വിട്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷാജിക്കെതിരെ പറയുമ്പോഴാണ് വീഡിയോസിന് റീച്ച് ഉണ്ടാകുക. ഞാൻ അനുകൂലിച്ച് പറഞ്ഞൊരു വീഡിയോസിൽ എനിക്ക് തെറിവിളി കിട്ടിയായിരുന്നു ആൾക്കാരുടെ. അപ്പം നിങ്ങൾക്കെതിരെ പറയുമ്പോഴാണ് ആൾക്കാർ സപ്പോർട്ട് ഉണ്ടാകുക. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്തോ ISROയിൽ വിമാനം വിട്ട പോലത്തെ ഒരു വലിയ കാര്യം, അല്ലെങ്കിൽ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ഒരു സാധനം കണ്ടുപിടിച്ചതിനല്ല നിങ്ങളെ പറഞ്ഞ് നമ്മൾ റീച്ച് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾ കാണിക്കുന്ന അപരാധങ്ങളും വിളിച്ച് പറയുമ്പോഴാണ് റീച്ച് ഉണ്ടാകുന്നത്. അതായത് ഇപ്പം ഞാൻ നിങ്ങളുടെ കുറേ കുറ്റം പറയുമ്പോഴത്തേനും എനിക്ക് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ, കൂടുതൽ ആളുകൾ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ആ അഭിപ്രായത്തോട് യോജിക്കുന്നവരാണ് ഈ 30K 40K ആളുകൾ. നിങ്ങളുടെ നല്ലത് പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കിയതിലാണ് നിങ്ങൾ പെരുമപ്പെടേണ്ടത്. നിങ്ങളെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗാലറി നിങ്ങൾക്കെതിരാണെന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് ബുദ്ധി ഉപയോഗിച്ച് പെരുമാറുക. ഇത് മാത്രമല്ല, ഇവര് ഒരു ചെറിയ ശകലം കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് പരിപാടി നിർത്താം. പ്രവാസികളുണ്ട്, ഞാൻ എല്ലാ പ്രവാസികളും പറയില്ല. അതിലിപ്പോ ഇന്ന് എനിക്കൊരു പ്രവാസിന്റെ കമന്റ് വന്നു, പ്രവാസികൾക്കൊക്കെ ഷാജിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഇപ്പൊ ഇഷ്ടമല്ല. എന്തുകൊണ്ട് ഇഷ്ടമല്ല? പ്രവാസികൾക്ക് ഷാജിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഇപ്പൊ ഇഷ്ടമല്ല. കറക്റ്റാണ്, ഞാൻ പുള്ളിക്കാരി പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇഷ്ടമായിരുന്ന പ്രവാസികൾക്ക് എന്തുകൊണ്ട് ഇഷ്ടമല്ല? ഷാജി 2 മണിക്കും 3 മണിക്കും കൊഞ്ചി കൊഴയാൻ നിൽക്കണില്ല, എനിക്ക് പറ്റില്ലടോ. അതായത് ഇതിന് മറ്റൊരർത്ഥമില്ലേ? ഞാൻ പറഞ്ഞ അർത്ഥമല്ല കേട്ടോ, പുള്ളിക്കാരി തന്നെ പറഞ്ഞത്. ഷാജിയെ പ്രവാസികൾക്ക് ഇപ്പൊ ഇഷ്ടമല്ല. എന്തുകൊണ്ട്? 2 മണിക്കും 3 മണിക്കൊക്കെ അവരോട് കൊഞ്ചിക്കൊഴയാൻ ഞാൻ നിൽക്കാറില്ല, ഷാജിക്ക് സമയമില്ല. ദാറ്റ് മീൻസ് നേരത്തെ നിങ്ങൾ കൊഞ്ചിക്കൊഴയാൻ നിൽക്കാറുണ്ടായിരുന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം. സോ നിങ്ങൾ പറഞ്ഞതിനകത്തെ പിശകായിരിക്കും അത്, പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള പിഴവായിരിക്കാം, അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സോഷ്യൽ മീഡിയ ആണ്, നോക്കിയും കണ്ടും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇത് ലാസ്റ്റ് കിടന്ന് മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതായത് മൗഗ്ലി
മൗഗ്ലി പിടിച്ച വള്ളിയെക്കാട്ടിലും കൂടുതൽ വള്ളികളാണ് പുള്ളിക്കാരി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പുള്ളിക്കാരിയെക്കുറിച്ച് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ബൈ.